ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോം മെയ്ഡായിട്ട് ഒരു ഡ്രോൺ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള ലിസ്റ്റുകളൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു പാർട്ട് 1 ആയിട്ട് ഉണ്ടായിരിക്കുന്നത്, സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഫസ്റ്റ് പാർട്ട് കാണുക. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു കേസ്, അതായത് ഡ്രോണിൻ്റെ ഈ ഫ്രെയിം നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫ്രെയിം സ്ക്രൂ ചെയ്തെടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ ബോട്ടം പ്ലേറ്റിൽ നമ്മൾ ഈ ESCകളെല്ലാം സോൾഡർ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഈ ഒരു ബോട്ടം പ്ലേറ്റിൽ ഇൻബിൽഡ് PCB ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കണക്ടർ വഴി കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരിട്ട് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുക. അതേപോലെ തന്നെ അതേ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഓരോരോ ESCയിലേക്ക് നമ്മൾ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് കാണാം. ആ ഒരു പോസിറ്റീവ് നെഗറ്റീവും മാറാതെ, അതായത് ESCയുടെ റെഡ് വയർ നമ്മുടെ പോസിറ്റീവാണ്, അതേപോലെ ESCയുടെ നെഗറ്റീവ് വയർ ബ്ലാക്ക് വയറാണ്. അതേപോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കുക. അതേപോലെ 4 നമ്മൾ സോൾഡർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു കണക്ടർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അതേപോലെ തന്നെ ഈ ഒരു കണക്ടറിലൂടെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഈ ലിപ്പോ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഔട്ടായിട്ട് ESCയുടെ നെഗറ്റീവും പോസിറ്റീവിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻബിൽട്ടായ ഈ ഒരു PCBയിൽ നിന്നും കിട്ടുന്നു. പിന്നെ ഇതിന് പുറമെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു വയർ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിൽ നിന്നും നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഇതിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ലിപ്പോ ബാറ്ററിയുടെ ചാർജ് എത്ര ഉണ്ടെന്ന് കാണിക്കാനും, അതേപോലെ തന്നെ നമുക്ക് ചാർജ് തീർന്നു കഴിഞ്ഞാൽ സിഗ്നൽ തരാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഒരു കണക്ഷൻ നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഈ ഒരു ആം നമ്മൾ വൈറ്റ് നമ്മൾ ഫ്രണ്ടിലേക്കാണ് വെക്കുന്നത്. 2 ആമും ഫ്രണ്ടിലേക്കുള്ള വൈറ്റ് ആമാണ് ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ റെഡ് ആം ഇതിൻ്റെ ഡ്രോണിൻ്റെ ബാക്ക് ഭാഗമാണ്. നമ്മൾ അതേപോലെ തന്നെ ഒരു എല്ലങ്കി വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ഫ്ലൈറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മളെ ഡ്രോണ് കറങ്ങുന്ന സമയത്ത് വൈബ്രേഷൻ ഇല്ലാതൊക്കെ വേണ്ടിയിട്ട് ആൻറ്റി വൈബ്രേറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ആൻറ്റി വൈബ്രേറ്ററും ഫ്ലൈറ്റ് കൺട്രോൾ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ വെള്ള ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഏരോ മാർക്ക് ഉണ്ടാകും, അത് ഫ്രണ്ടിലേക്ക് അതുപോലെ തന്നെ വെക്കണം, ചേഞ്ച് ചെയ്യാതെ. അപ്പോൾ ഏരോ മാർക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ റൊട്ടേഷൻ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കോട്ടായിരിക്കും പോവുക. അതുകൊണ്ട് അതിൻ്റെ ഏരോ മാർക്ക് കറക്റ്റായിട്ട് വെക്കുന്നത്.
ഇതിൽ 1, 2, 3, 4 കണക്ഷനുകളാണ് ESCക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇതിൽ യെല്ലോ സിഗ്നലും റെഡ് 5 വോൾട്ടും ബ്ലാക്ക് -5 വോൾട്ടുമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ ESCയുടെ കണക്ഷൻ നമ്മൾ ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ രണ്ടാമത്തെ ചാനലിലേക്ക് കൊടുക്കുകയാണ്. നമ്മളതിൽ നിന്ന് ഒരു സിഗ്നലും അതുപോലെ നെഗറ്റീവ് സപ്ലൈയുടെ ആവശ്യമുള്ളൂ. പോസിറ്റീവ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ESCയുടെ കണക്ഷൻ മൂന്നാമത്തെ ചാനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതിനും പോസിറ്റീവ് സപ്ലൈയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നാലാമത്തെ ESCയുടെ കണക്ഷൻ ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ നാലാമത്തെ ചാനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനും പോസിറ്റീവ് സപ്ലൈയുടെ ആവശ്യമില്ല. ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ എല്ലാ ഔട്ട്പുട്ട് ചാനലും നമ്മൾ ഇതിലേക്ക് ESCയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻപുട്ടും കണക്ട് ചെയ്യാനുണ്ട്. ഡ്രോണിൻ്റെ എല്ലാ ആംസിലും നമ്മൾ ESCയിലേക്ക് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ BLDC മോട്ടർ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ചാനലും 4 ചാനലാണുള്ളത്. ഇതിൻ്റെ 4 ചാനൽ 4 ആംസിലുള്ള 4 മോട്ടർ കൺട്രോൾ ചെയ്യുന്നത് ESCയിലേക്കാണ്. ESCയിലേക്ക് നമ്മൾ ഇതിൽ നിന്നുള്ള ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഒരു ഔട്ട്പുട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മോട്ടർ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ ചാനൽ അതിൻ്റെ ആംസിലേക്ക് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷൻ ക്ലോക്ക് വൈസും, രണ്ടാമത്തെ ചാനൽ വരുന്നത് നമ്മുടെ ആംസിലേക്ക് കൊടുത്തിരിക്കുന്ന മോട്ടർ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും, മൂന്നാമത്തത് ക്ലോക്ക് വൈസും, അതുപോലെ തന്നെ നാലാമത്തെ ചാനൽ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇതേ ഡയറക്ഷനിൽ കറങ്ങുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് അഥവാ റൊട്ടേഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ESCയുടെയും അതേപോലെ തന്നെ മോട്ടറിൻ്റെ കണക്ഷനും ഒന്ന് അങ്ങോട്ടോ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ചാനലും ഏതെങ്കിലും ഒരു വയർ നമ്മൾ അങ്ങോട്ടോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഈ ഡ്രോണിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ബോട്ടം പ്ലേറ്റിൽ നമ്മൾ ഒരു വയർ പോസിറ്റീവിൽ കണക്ട് ചെയ്തിരുന്നു. ആ ഒരു വയർ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഒരു ബാറ്ററി പ്ലസ് എഴുതിയ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പോ ബാറ്ററിയുടെ വോൾട്ടേജ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസർ വയറാണ്. അതായത് നമ്മുടെ ഈ ലിപ്പോ ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുമ്പോൾ നമുക്ക് സിഗ്നൽ തരികയും നമുക്ക് ഫ്ലൈറ്റ് താഴത്തിറക്കാനുള്ള സമയമായെന്ന് അറിയിക്കുന്ന നമുക്ക് ബസർ തരികയും ചെയ്യും. പിന്നെ നമുക്ക് റിസീവർ ഇതിലൊന്ന് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിസീവറിൻ്റെ 5 ചാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 5ാമത്തെ ചാനൽ ഓക്സിജൻ, അതായത് ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ സെൽഫ് ലെവൽ മോഡ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടർ ഉപയോഗിക്കുന്നത് ഓറഞ്ച്, മഞ്ഞ, ഗ്രീനിലെ ഈ ഒരു 3 കണക്ടറുകൾ ഇതിൻ്റെ 1ാമത്തെ ചാനലിലേക്ക് കണക്ട് ചെയ്യും. 1ാമത്തെ ചാനലിലേക്ക് ഓറഞ്ച് സിഗ്നലും അതുപോലെ തന്നെ മഞ്ഞ പോസിറ്റീവ് 5 വോൾട്ടും ഗ്രീന് ഗ്രൗണ്ടും. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. സിഗ്നൽ ഓറഞ്ച് വരുന്ന വിധത്തിൽ നെഗറ്റീവ് 5 വോൾട്ടും ഉള്ളതിൽ നടുക്ക് പോസിറ്റീവ് 5 വോൾട്ടാണ്. അതുപോലെ നമ്മൾ 1ാമത്തെ ചാനൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഈ ഒരു ഫ്ലൈറ്റ് ലെവൽ കൺട്രോളിൽ നിന്ന് വരുന്ന ഈ വോൾട്ടേജാണ് നമ്മുടെ റിസീവറിലേക്ക് സപ്ലൈയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് നെഗറ്റീവോ പോസിറ്റീവ് 5 വോൾട്ടൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് 2, 3, 4, 5 ചാനലിൻ്റെ സിഗ്നൽ മാത്രം പോയാൽ മതി. അത് നമ്മൾ ഈ ഒരു റിസീവറിൻ്റെ സിഗ്നലിൻ്റെ പിന്നിൽ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഇതിലേക്ക് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് റിസീവർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇതിൻ്റെ ഫ്ലൈറ്റ് ലെവൽ കൺട്രോളിൻ്റെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്.
ഒന്നാമത്തെ ചാനൽ നമ്മൾ ഓറഞ്ച് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നീല രണ്ടാമത്തെ ചാനലും, അതുപോലെ തന്നെ വയലറ്റ് മൂന്നാമത്തെ ചാനലും, നാലാമത്തെ ചാനൽ നമ്മുടെ ആഷ് കളർ അതായത് വെണ്ണീർ കളറുള്ള ഒരു വയർ നമ്മൾ നാലാമത്തെ ചാനലും, അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സ് ചാനലാണ്. അതായത് നമ്മളെ ഫ്ലൈറ്റ് ലെവലിൽ അഞ്ചാമത്തെ ചാനലാണ് കൊടുക്കുന്നത് വൈറ്റ്. നമ്മൾ ഈ ഡിസ്പ്ലേയുടെ ഉൾഭാഗത്തേക്ക് അടുപ്പിച്ച് വരുന്നതാണ് നമ്മുടെ സിഗ്നൽ വയറുകൾ. പിന്നെ വരുന്നത് പോസിറ്റീവും അറ്റത്ത് വരുന്നത് നെഗറ്റീവാണ്. അതുപോലെ തന്നെ കൊടുക്കുക. അതുപോലെ നമ്മുടെ ESC നല്ലോണം ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ നൈലോൺ കണക്ഷനോ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം നല്ലവണ്ണം ഫിക്സ് ചെയ്യണം. 4 ESCയും നമ്മുടെ 4 മോട്ടറായിട്ട് കണക്ട് ചെയ്യണം. ESCന്ന് വരുന്ന ഔട്ട്പുട്ട് 3 കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോട്ടറിനും ഒരു ഇൻപുട്ട് ഉണ്ട്, 3 ഇൻപുട്ടുകളുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു വയർ കൊടുക്കുക. നമ്മുടെ റൊട്ടേഷൻ ചേഞ്ച് ആവുകയാണെങ്കിൽ മാത്രം ഏതെങ്കിലും 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ESCയും മോട്ടറും തമ്മിൽ ഇപ്പം കണക്റ്റ് ആയിരിക്കുകയാണ്. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് കൊണ്ട് ഞാൻ ഈ ഒരു ട്രാൻസ്മിറ്ററിൽ പ്രോഗ്രാം ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ സെറ്റിങ്സ് ചെയ്യുന്നതുകൊണ്ട് അത് ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഫ്ലൈറ്റ് കൺട്രോൾ സെറ്റിങ്സും അതുപോലെ തന്നെ ട്രാൻസ്മിറ്ററിൻ്റെ സെറ്റിങ്സും ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ESC കാലിബ്രേഷൻ നടത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെ ഫ്ലൈറ്റ് കൺട്രോളറിൻ്റെ ട്രാൻസ്മിറ്റർ ആദ്യം ഒന്ന് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് അപ്പാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ 1ാമത്തെയും 4ാമത്തെയും ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലിപ്പോ ബാറ്ററി നമ്മുടെ ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. എന്നപ്പോൾ ഇതിലെ ഡബിൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് താഴോട്ടാക്കിയ ശേഷം ത്രോട്ടിൽ പാസ് എന്ന് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ESC കാലിബ്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു കോണിലേക്ക് ഞെക്കി പിടിച്ചാൽ നമ്മുടെ ഈ ഡിസ്പ്ലേ ആംഡ് കാണാം. ആംഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോട്ടർ ആ ടൈമിൽ മാത്രമേ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന നേരത്ത് മോട്ടർ കറങ്ങുള്ളൂ. നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ റൊട്ടേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു മോട്ടറിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ് വേണ്ടത്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തേതും ക്ലോക്ക് വൈസ് ആണ് വേണ്ടത്. അത് ക്ലോക്ക് വൈസ് ആണ്, കറക്റ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 4ാമത്തേത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വേണ്ടത്. അത് കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ ഒരു 4ാമത്തേതും നമ്മുടെ ഓപ്പോസിറ്റാണ് കറങ്ങുന്നത്. അതുപോലെ തന്നെ 2ാമത്തേത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വേണ്ടത്. അത് കറക്റ്റാണ്. ഇനി നമുക്ക് 1ാമത്തേതാണ് ഇപ്പോൾ മാറ്റേണ്ടത്. 1ാമത്തേതും 4ാമത്തേതും കണക്ഷൻ. അതിന് വേണ്ടിയിട്ട് അതിലെ വയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഏതെങ്കിലും 2 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നത് കാണാം. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതേപോലെ 2ാമത്തേതും റെഡി. 4ാമത്തേത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങുന്നത്. നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വയർ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു 2 വയറുകൾ തമ്മിലാണ്ട് ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മോട്ടറുകളും ഇപ്പോൾ കറക്റ്റ് ഡയറക്ഷനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു 5ാമത്തെ ചാനൽ നമ്മൾ കൊടുത്തിരുന്നത് ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ സെൽഫ് ലെവൽ മോഡ് ഓൺ ആക്കാൻ വേണ്ടി, അതായത് താഴോട്ടാക്കുന്ന സമയത്ത് ഓണും ഓഫ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് പ്ലേറ്റ് നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊപ്പല്ലർ നമുക്ക് കണക്ട് ചെയ്യണം.
ഇതിൻ്റെ ഒരു പ്രൊപ്പല്ലർ നമുക്ക് ഫസ്റ്റിലത് ഈ ഒരു പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടത്, അതായത് എയറിനെ താഴോട്ട് ഷേപ്പ് ചെയ്യുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു മേക്കിങ്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊപ്പല്ലർ കൺട്രി ബുള്ളറ്റ് കൺട്രാണ് ഉപയോഗിക്കുന്നത്. ഈ ബുള്ളറ്റ് കൺട്രിൻ്റെ ആദ്യത്തെ അടിയിലെ ഭാഗം നമ്മൾ ആ മോട്ടറിൻ്റെ ആ ചെറിയ ഷാഫ്റ്റിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഒരു വാഷറും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പ്രൊപ്പല്ലർ വെച്ചിട്ട് മുകളിലത്തെ ആ നട്ട് നമ്മൾ നല്ലവണ്ണം ഒരു എല്ലെങ്കിയോ അല്ലെങ്കിൽ കമ്പിയോ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം. കാരണം നമ്മുടെ എയറിനെ അടിയിലേക്ക് സ്വീപ്പ് ചെയ്തിട്ടാണ് ഇത് പൊന്തുന്നതാവും. ആ സമയത്ത് ഇത് വിട്ടു പോകാനുള്ള സാധ്യത കൊണ്ട് നല്ല ടൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതേപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൂടെ അതേപോലെ തന്നെ പ്രൊപ്പല്ലർ എടുത്തിട്ട് അതേപോലെ തന്നെ ബുള്ളറ്റ് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ മോട്ടർ രണ്ടാമത്തെ ചാനൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനൊക്കെ ഇറങ്ങും. അതേപോലെ തന്നെ പ്രൊപ്പല്ലർ എയറിനെ സ്വീപ്പ് ചെയ്ത വിധത്തിൽ ഉള്ള അതേപോലെ പ്രൊപ്പല്ലർ നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ലാസ്റ്റിലുള്ള പ്രൊപ്പല്ലർ നാലാമത്തത് അതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതും അല്ലെങ്കിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. നമ്മളിന്ന് ടെസ്റ്റ് ഫ്ലൈ ചെയ്ത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ, സീ യു.